വീണ്ടും ബിഗ് ബോസ് ചർച്ചയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ജാസ്മിൻ്റെ ഫാമിലി, റസ്മിൻ്റെ ഫാമിലിയൊക്കെ വന്നു അല്ലേ. അപ്പോൾ ജാസ്മിൻ്റെ ഫാദർ ചെയ്ത ചില കാര്യങ്ങൾ അതിൽ നിന്നും ഞാൻ ഒരു കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം അവരിപ്പോൾ നാടകമാണോ എന്ത് കളിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഒരു രീതി ചിന്തിച്ചാൽ അവരുടെ മകള് ഒരു ഗബ്രി എന്നുള്ളൊരു പേര് വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പരിഹാസ കഥാപാത്രമാകുന്നതും, അതുപോലെ ഗബ്രി ജാസ്മിൻ കോംബോ ഒക്കെ മറ്റുള്ളവർക്ക് എത്രത്തോളം വെറുപ്പ് ഉണ്ടാക്കിയിട്ടുള്ളതും, ജാസ്മിൻ ഇത്രയും നെഗറ്റീവ് വന്നിട്ടുള്ളതൊക്കെ ഗബ്രിയുടെ കേസ് കൊണ്ടാണ്. അതുകൊണ്ടാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നാണക്കേടും കൂടെ കാരണമായിരിക്കാം ജാസ്മിൻ്റെ അച്ഛൻ അല്ലെങ്കിൽ ഫാദർ, അത്ത ആ ഒരു കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് കളഞ്ഞ് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചത് എന്ന് തന്നെ നമുക്ക് പറയാം. ഇന്ന് എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ ഞാൻ പറയുന്ന. പക്ഷേ ഒരു അച്ഛൻ അമ്മ അത് അവർ പാരൻ്റ് ആണല്ലോ. അപ്പോൾ സാധാരണ ഗതിയിൽ ഒരു അച്ഛനും അമ്മയും തീരുമാനിക്കുന്ന പോലെ. കാരണം ആർക്കും ആരെയും പ്രേമിക്കാം, കല്യാണം കഴിക്കാം. എൻ്റെ ഒരു ലവ് മാരേജ് തന്നെയായിരുന്നു. പക്ഷേ അതല്ല പറയണേ, നമ്മൾ ബിഗ് ബോസിൽ കളിക്കാനായിട്ട് പോയിട്ടുള്ളത്. പലപ്പോഴും ഞാൻ വീഡിയോ പറഞ്ഞിരുന്നല്ലോ, കോംബോ വർക്കൗട്ട് ആയില്ലെങ്കിൽ അത് വിടുക, അല്ലെങ്കിൽ ആ കോംബോ കൊണ്ട് ഒരു ഗുണമില്ലാത്ത കോംബോ പിടിച്ചിട്ട് കാര്യമില്ല. പിന്നെ പക്ഷേ ഇവർ കോംബോ ഗെയിം കളിക്കാൻ മാത്രമല്ലല്ലോ, ഇവരിരുന്നുകൊണ്ട് കിന്നാരം പറയാൻ മാത്രമാണ് കോംബോ ആയിപ്പോയത്. ഇപ്പോൾ ശ്രീതുവും അർജുനും അങ്ങനെയായി ഒന്ന് ഇതായി പിന്നെ അതുപോലെ തന്നെ വരുന്നു. അപ്പോൾ ഇപ്പോഴല്ല, നേരത്തെ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ അവിടെ സിനിമ നമുക്ക് പ്രേമം കാണണമെങ്കിൽ സിനിമ കണ്ടാൽ മതിയല്ലോ, സിനിമ സീരിയലൊക്കെ കണ്ടാൽ മതിയല്ലോ, പാട്ടുകൾ കണ്ടാൽ മതിയല്ലോ പ്രേമം കാണാനായിട്ട്. അപ്പോൾ ജാസ്മിൻ പറയും എനിക്കൊരു പവറാണ്, എനിക്കൊരു ധൈര്യമാണ് ഗബ്രി എന്ന് പറയുന്നു. ആദ്യമേ ഗബ്രിയോട് കൂട്ടുകൂടിയോണ്ടാണ് ഗബ്രീനെ തന്നെ പറയുന്നതെന്നാണ് പറയണത്, ആൺപെൺ ഭേദമില്ലാതെ. ശരിയായിരിക്കാം. പക്ഷേ ഇപ്പോൾ റസ്മിനുമായിട്ട് കൂട്ടുണ്ടല്ലോ, നമുക്ക് നിൽക്കാനൊരു ആൾ മതിയല്ലോ. ബിഗ് ബോസാ. പക്ഷേ റസ്മിനുമായിട്ടുള്ള കൂട്ടുകെട്ട് മതി. ഒരാൾക്ക് ഒരു സ്ഥലത്ത് ഒത്തൊരുമിച്ച് പോകാൻ അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നേറാൻ ഒരു കൂട്ടുകെട്ട് അറ്റ്ലീസ്റ്റ് മതി. ജാസ്മിന് അത്യാവശ്യം സംസാരിക്കാൻ പറ്റിയ കൂട്ടുകെട്ടുണ്ട്. ഇപ്പോൾ ആരും റസ്മിൻ തന്നെയും ജാസ്മിൻ്റെ നെഗറ്റീവ് പറയില്ല എന്നൊന്നുമില്ല. ഈ പറയുന്ന നമ്മുടെ ഉറ്റ ഫ്രണ്ട്സ് ആയാലും നമ്മുടെ തെറ്റുകൾ പറയാം. അപ്പോൾ ആ കൂട്ടത്തിലെല്ലാവരും ജാസ്മിനോട് ഫുൾ വൈരാഗ്യമുള്ളവരല്ല. ചില കാര്യങ്ങൾ ജാസ്മിനോട് പറയും, ജാസ്മിൻ അവരുടെയും പറയും. അപ്പോൾ അവരുമായിട്ട് മിങ്കിൾ ചെയ്ത് പോകാൻ ശ്രമിക്കുക. ജസ്റ്റ് ഒരു സ്ഥലത്ത് ചെന്ന് അങ്ങനെയാണ് അറ്റ്ലീസ്റ്റ് ഒരു കൂട്ടെങ്കിലും വേണം. പക്ഷെ ഗബ്രിയുടെ ഒരു കൂട്ടുകെട്ടായിട്ട് മാത്രമല്ലോ മറ്റുള്ളവർക്ക് തോന്നിയത്. അവിടെ ചെന്നിരുന്ന് മാല അല്ലെങ്കിൽ ഇത് ഓരോ തരത്തിലുള്ള വർത്തമാനങ്ങൾ കുഴയിലേക്ക് വരെ മാറിയപ്പോഴാണ് ആൾക്കാർ അത് മോശമായിട്ട് തന്നെ ചിന്തിച്ചു കൂട്ടിയത്. ഇതിലുപരി ജാസ്മിൻ എന്നുള്ള ഒരു വ്യക്തിയെ പറ്റി ഞാൻ പറയുവാണെങ്കിൽ, ഇന്നത്തെ സമൂഹത്തിൽ എന്തൊരു കാര്യത്തിനെയും എതിർക്കുന്ന, എന്തൊരു തെറ്റിനെയും നേർക്ക് നേരെ നിന്ന് എതിർക്കുന്ന ഒരു പെൺകുട്ടി തന്നെയാണ് ജാസ്മിൻ. അതിന് കഴിവുള്ള കുട്ടിയാണ് അല്ലേ. നമ്മൾ ആണുങ്ങളുടെ മേൽക്കോയ്മ എപ്പോഴും നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവാതിരിക്കാൻ എപ്പോഴും ശ്രമിക്കണം. സത്യമാണ് പറയുന്നത്. അതായത് എപ്പോഴും പെണ്ണാണ്, നീ പെണ്ണാണ്, നീ ആണാണ്, അല്ലെങ്കിൽ ഞാൻ ആണാണ്, നീ പെണ്ണാണ്, നീ ഒതുങ്ങിപ്പോണം, നിനക്ക് ഇത്രയൊക്കെ ഏരിയകൾ വരെ വരാൻ പാടുള്ളൂ, ഈ ബൗണ്ടറി നീ കടക്കാൻ പാടില്ല എന്ന് പറയുന്നിടത്ത് ജാസ്മിൻ പ്രതികരിക്കുകയാണെങ്കിൽ ജാസ്മിൻ്റെ കൂടെ 100% ഞാൻ നിൽക്കും. കൂട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് അങ്ങനെ പ്രതികരിക്കുന്ന ആൾക്കാർ ജാസ്മിനും അതുപോലെ തന്നെ അൻസിബ. സൈലൻ്റായിട്ടല്ല എന്നാൽ റസ്മിൻ ചില സമയത്തൊക്കെ ആണെങ്കിൽ ഇവർ തൽക്കാലം ചില സമയത്ത് ഒരാളെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നതുകൊണ്ട് മാത്രമാണ് നോറോടും റസ്മിനോടൊക്കെ ഇഷ്ടക്കുറവ് വന്നു പോകുന്നത്. അപ്പം ജാസ്മിൻ പല കാര്യങ്ങളിലും നേരത്തെ തൊട്ടേ നമുക്കറിയാം, ഒരുപാട് കാര്യങ്ങളിൽ തൻ്റെ ഇടത്തോടെ നിന്ന് പൊരുതിയ പെണ്ണ. പക്ഷെ ജാസ്മിൻ ഒരു പെണ്ണ് ആണ് എന്നുള്ളത് കൊണ്ട് മാത്രമൊന്നുമല്ല ജാസ്മിനെ ഇവിടെ തഴയപ്പെടുന്നത്, ഇത്രയും നെഗറ്റീവ് വരുന്നത് ഒരിക്കലുമല്ല. ഒരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നു, ജാസ്മിൻ ഒരു വീഡിയോ ആയിട്ട് ആ കമൻറ്റ് വായിച്ചു. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി പറയുന്നത്. ജാസ്മിൻ ഒരു പെണ്ണായതുകൊണ്ടല്ലേ. ജാസ്മിൻ പല കാര്യങ്ങൾക്കും, നമ്മളാരും ധൈര്യപ്പെടാത്ത പല കാര്യങ്ങൾക്കും ജാസ്മിൻ മുന്നിട്ട് നിന്ന് അവിടെ സംസാരിക്കാൻ ഒരു തൻ്റെ ഇടം കാണിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ജാസ്മിൻ എന്ന് അഭിപ്രായമുണ്ട്. ശരിയായിരിക്കാം. പക്ഷേ ജാസ്മിൻ ഇതിലുപരി അവിടെ കിടന്ന് വീർപ്പിച്ചു. അതുപോലെ തന്നെ എല്ലാവരും ജിൻഡോക്കെതിരെ ആകുമ്പോൾ ജാസ്മിൻ അവിടെ അത് കാത്തിരുന്ന പോലെ ആ കറക്റ്റ് ടൈമിന് ജിൻഡോക്കെതിരെ അസ്ത്രം
അമ്പയ്യും. ജിൻഡോ പറയുന്ന തെറ്റാണ്, ശരിയായിരിക്കാം. തെറ്റാണെങ്കിൽ അതിനെ ന്യായമായി പറയുക, അല്ലാണ്ട് അലച്ചു വാരി എടോന്ന് തല്ലാൻ പോവുകയും മറ്റുള്ളവരെല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോൾ ആ കൂടുതൽ അതിലുപരി ജാസ്മിൻ കയറി ഒറ്റപ്പെടുത്തുമ്പോഴാണ് നമ്മൾക്കൊക്കെ ജാസ്മിനോട് വെറുപ്പ് തോന്നിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഈ വെറുപ്പ് എങ്ങനെ വരുന്നു എന്നുള്ള വഴിയാണ് പറയുന്നത്. അല്ലാതെ എനിക്ക് റോക്കിയോട് ജാസ്മിൻ പെരുമാറുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് കൈയടിക്കാനേ തോന്നിയിട്ടുള്ളൂ ആദ്യം. നമ്മളങ്ങനെയാണ്, നമ്മൾ ആണുങ്ങൾ നമ്മളെ മേൽക്കോയ്മ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അതെവിടെയും ചെയ്യേണ്ട കാര്യമില്ല. അത് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ എന്താടാ എന്ന് തിരിച്ച് ചോദിക്കേണ്ടത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഒരാളെ ഒരു കാര്യമുണ്ട്, ഒരു തെറ്റുണ്ട്. അപ്പോൾ റസ്മിൻ തെറ്റ് ചെയ്താൽ ജാസ്മിൻ ഇങ്ങനെ കിടന്നൊച്ചെടുക്കും. അപ്പോൾ ജിൻഡോ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് ഒച്ചയെടുത്ത് അതിൽ മേലെ കയറി ജിൻഡോ മാത്രമാണ് ആ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും വലിയ തെറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിക്കുള്ള ഒറ്റപ്പെടുത്തലും ശാസനകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ. എല്ലാവരും കൂടുതൽ ഒറ്റപ്പെടുത്തുന്നത് ജിൻഡോനെയല്ലേ, ഷുവറായിട്ടും. അതുകൊണ്ട് തന്നെയാണ് ജിൻഡോയ്ക്ക് ഇത്രയും കട്ട സപ്പോർട്ടും കിട്ടുന്നത്. എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തുന്നത്, എല്ലാവർക്കും ആദ്യം ഒരാളെ ഇഷ്ടപ്പെടാത്ത ഒരാളെ പറയാൻ പറഞ്ഞാൽ അത് ജിൻഡോനെ പറയുള്ളൂ, അല്ലേ? ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയെ പറഞ്ഞാൽ അത് ജിൻഡോനെ എല്ലാവരും പറയുള്ളൂ. അങ്ങനത്തെ ഒരു ഇതിലാണ് ജിൻഡോയ്ക്ക് സപ്പോർട്ടും ഫാൻസ് കൂടുന്നത്, അല്ലേ? ജിൻഡോക്ക് എവിടെയാണ് ഇപ്പോഴും ആൾക്കാർ പറയേണ്ട ഒന്നിനും കൊള്ളാത്ത മണ്ടനെ, അവനെയൊക്കെ ജയിക്കേണ്ടെന്ന് പലരും കമൻ്റ് ഇടുന്നുണ്ട്. പക്ഷെ ജിൻഡോക്ക് എങ്ങനെ ഈ പറയുന്നവരൊക്കെ ജിൻഡോക്ക് ഫാൻസ് കൂടാൻ വഴിയൊരുക്കുകയാണ്. സിജോ അടക്കം ചില സമയത്തെങ്കിലും വഴിയൊരുക്കുകയാണ്. കാരണം ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ അത് ജിൻഡോക്ക് സപ്പോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പം ജാസ്മിൻ നല്ല കുട്ടിയായിരിക്കാം, ജാസ്മിൻ അവിടെ കാണിക്കുന്ന ചില സമയത്തുള്ള കൺട്രോൾ ഇല്ലാത്ത പെരുമാറ്റം കൊണ്ട് മാത്രമാണ് ജാസ്മിൻ ഇത്ര നെഗറ്റീവ് വരുന്നത്. ജാസ്മിൻ ആർമിയൊക്കെ ഉണ്ടായിരിക്കാം, എന്നാലും ഇത്ര നെഗറ്റീവ് വരുന്നത് അത് മനസ്സിലാക്കണം നമ്മൾ. പിന്നെ നന്ദന ഈ കിടന്ന് ജിൻഡോട് കിളവനും പല രീതിക്കൊക്കെ കുറച്ച് കാണിച്ചതായിട്ട് ലൈവ് കണ്ടില്ലെങ്കിലും ഞാൻ വീഡിയോ കണ്ടിരുന്നു, ഓരോരുത്തർ ഇട്ടിരുന്ന വീഡിയോ ഒക്കെ. അപ്പോൾ നന്ദനെ പറ്റി ഒന്നും പറയാനില്ല. നന്ദനയ്ക്ക് ഇപ്പോൾ കുറച്ച് തൻ്റെ ഇടവും കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ക്യാപ്റ്റൻ ആയതോട് ഉൾപ്പെടെ ജിൻഡോനെ എല്ലാവരും കൂടെ പഞ്ഞിക്കിടുന്ന കാണുമ്പോൾ നന്ദന അതിൻ്റെ കൂടെ നിന്ന് അതിലപ്പുറം പഞ്ഞിക്കിടുമോ, ഒറ്റപ്പെടുത്തുകയും ഭക്ഷണം കൊടുക്കില്ല എന്നുള്ള പറച്ചിലും കിളവൻ എന്ന് വിളിക്കലും. നന്ദനയുടെ അച്ഛനാവാനൊന്നും പ്രായമില്ലല്ലോ. നന്ദനയുടെ വിചാരം നന്ദനക്കാണ് ഇപ്പോൾ ഏറ്റവും ടോപ്പായിട്ട് ഏറ്റവും സപ്പോർട്ട് ഏറ്റവും ചെറിയ കുട്ടിയിൽ ഇരിക്കുന്നതെന്ന് നന്ദനയുടെ വിചാരം. പക്ഷേ പുറത്തെന്താ നടക്കണേന്ന് നന്ദനയ്ക്ക് അറിയില്ല. ഉള്ള വില കളയാണ്ട് മര്യാദയ്ക്ക് അവിടെ കളിച്ച ഏതെങ്കിലും പൊസിഷനിൽ വരാം. അല്ലാണ്ട് ഈ കിടന്ന് അഹങ്കാരം കാണിച്ച് സായും സിജോ ഋഷി ആരൊക്കെയാ അർജുൻ ഇവരെയൊക്കെ കൂട്ടി നിന്നുകൊണ്ട് ഗ്രൂപ്പ് കളിച്ച് ഈ ജിൻഡോനെ ഏത് നേരം ഒറ്റപ്പെടുത്തി കുശുമ്പും കുത്തി കാണിച്ചു കഴിഞ്ഞാൽ നിന്റെ ഗതി അതുപോലെ തന്നെ അന്ന് നന്ദനെ ആകുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ജാസ്മിനൊക്കെ എത്ര ഭേദം തോന്നും. എന്നാലും ജാസ്മിനെ കൂട്ടുപിടിച്ച് പൊക്കി പിടിച്ചേക്കണോണ്ട് ജാസ്മിൻ ഇപ്പം നന്ദനയുടെ കൂടെ നിൽക്കും. അപ്പോൾ നമുക്കറിയില്ല, ജാസ്മിനെ പോലും നമ്മൾ ഇഷ്ടപ്പെട്ട് വരുമ്പോൾ ജാസ്മിൻ്റെ ചില പ്രവൃത്തികൾ ജാസ്മിന് കുറേയൊക്കെ മനസ്സുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അൻസിബ കുറച്ചും കൂടെ പക്വതയോട് പെരുമാറുന്നതേ ഉള്ളൂ. എന്നാൽ ജാസ്മിൻ കുറച്ച് പക്വത ആവശ്യത്തിനുണ്ട്. കുടുംബമൊക്കെ നോക്കിയ കുട്ടിയാണ്. പക്ഷെ ജാസ്മിൻ ചില സമയത്ത് എടുത്തിയാടി പെരുമാറുന്നതല്ലാതെ ജാസ്മിന് നല്ലൊരു മനസ്സുള്ളൊരു കുട്ടി തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടൊക്കെ ഉണ്ട്. ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. ഒരുപാട് കാര്യങ്ങൾ നല്ല മനസ്സുള്ളൊരു കുട്ടി തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ച് വൃത്തി. ഇപ്പം ഞാനൊക്കെ ആണെങ്കിലും ഞാനിപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തുമ്മൽ വന്ന് ഞാൻ ആ ചായ മറ്റുള്ളവർക്ക് കൊടുക്കാൻ നോക്കില്ല. ഇത് മറ്റുള്ളവർക്ക് കൊടുത്തോന്നറിയില്ല, അത് ടേസ്റ്റ് കൂടട്ടെ എന്ന് പറഞ്ഞിട്ട് അകത്തൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. അത് ഇഷ്ടമല്ല എനിക്ക്. വൃത്തിയില്ലാണ്ട് പെരുമാറുന്നതും ഇഷ്ടമല്ല. അപ്പോൾ പക്ഷെ ഇതിൽ ഉപരി ചില സമയത്ത് ചില നല്ല സ്വഭാവങ്ങൾ, ചില സമയത്ത് നല്ലൊരു മനസ്സുണ്ട്. പക്ഷെ അത് അവിടെ വിനിയോഗിക്കുന്നില്ല, അത് അവിടെ കാണിക്കുന്നില്ല ജാസ്മിൻ. അതാണ് ജാസ്മിന് പറ്റിയ പറ്റ്. കുറേയൊക്കെ ജാസ്മിന് നല്ല ക്വാളിറ്റീസ് ഒരുപാടുള്ള കുട്ടിയാണ്. പക്ഷെ